നമ്മുടെ കുടുംബനാഥൻ നാട്ടിലെത്തിയതിന് ശേഷം മിക്ക ദിവസവും കറക്കമാണ്. ഇത്തവണ സോണിച്ചൻ വെക്കേഷൻ വന്ന സമയത്ത് അനിയനും വൈഫും പിന്നെ എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പോരാത്തതിന് 2 ഫംഗ്ഷനും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം എല്ലാവരും കൂടി ഇവർ കളിച്ചു വളർന്ന കുറേ കൊച്ചുമക്കളുണ്ട്. ഇവരെല്ലാവരും കളിച്ചു വളർന്ന ഇവരുടെ തറവാട്ടിലേക്ക്, അത് അത്യാവശ്യം വലിയൊരു മലയുടെ മുകളിലാണ്. തൊടുപുഴ അടുത്ത് എളന്തേശമാണ് സ്ഥലം. അങ്ങനെ ഞങ്ങളുടെ കാറ് കൊണ്ട് കുറച്ച് ഭാഗം കയറി കഴിഞ്ഞപ്പോൾ കാർ അങ്ങോട്ട് കയറുന്നില്ല. ഞങ്ങളെ കാറ് നിറച്ച ആൾക്കാരായിരുന്നു, വണ്ടി നിറച്ച ആൾക്കാരായിരുന്നു. പക്ഷെ അത്രയും വെച്ചിട്ട് പോകത്തില്ല. ഒരു ഓട്ടോറിക്ഷ പോലും 2 പേര് കൂടുതൽ പോകാൻ പറ്റില്ല, കാരണം വണ്ടി മുമ്പോട്ട് നീങ്ങില്ല. അങ്ങനെ ഞങ്ങളെ കാറിൽ നിന്ന് എല്ലാവരെയും ഇറക്കി വിട്ട് സോണിച്ച് മാത്രം വണ്ടി എടുത്ത് മുകളിലേക്ക് പോയി. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് 2 ഓട്ടോയിൽ ഓരോരുത്തരായിട്ട് കയറി പോകാൻ തുടങ്ങി. അവസാനം ഞാനും ഫെൽസോട്ടിനും മാത്രമായി. പക്ഷെ സാരില്ല, തൊട്ട് പുറകെ വന്ന ഏതോ ഒരു പിക്കപ്പിൽ കയറി അതിന്റെ ഫ്രണ്ടിൽ കയറിയിരുന്ന് ഞങ്ങളും പോയി. പിന്നെ ആ പിക്കപ്പിലെ എല്ലാവരും കൂടെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു. ഞങ്ങൾ ആരും ജീവിതത്തിൽ മറക്കാത്ത ഒരു യാത്രയായിരുന്നു അത്. എല്ലാരും പിടിച്ചോട്ടോ. വേറെ വണ്ടി പണി കിട്ടിയടാ റോബിനെ. ഇപ്പൊ വിളിക്കണ്ടേ? തീരൂടെ മോനെ, എന്റെ മുന്നേ ഇതാണ് റോബിനുകൾ കേറാന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റോഡിന്റെ എൻഡിലെത്തി. ഇനി അങ്ങോട്ടേക്ക് നടക്കണം. അതിനെന്ത് ചെയ്തു, എല്ലാവരും ഓരോ വടിയൊക്കെ കുത്തിപ്പിടിച്ച് എൻ്റെ മുകളിലോട്ട് കയറുവാണ്. ഇനി മലക്കെ മര്യാദയ്ക്ക് ചവിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ മലയുടെ താഴേക്കായിരിക്കും ഉരുണ്ടു പോകുന്നത്. കൊട്ടയിൽ പറക്കി എടുക്കേണ്ടി വരും. പിടിച്ചു കയറണട്ടോ, മല എത്തിയില്ല എന്നുള്ള വിഷമം അറിയില്ലേ. ഞങ്ങളുടെ ഈ യാത്ര ഒരു 3 മിനിറ്റ് ഷോർട്സിൽ തീർക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും കേട്ടോ. തറവാടിന്റെ കോലമൊക്കെ കണ്ടാകെ തകർന്നിരിക്കുകയാണ് എൻ്റെ കെട്ടിയാൻ. ആകെ ഇടിഞ്ഞു ഒളിഞ്ഞു പോയി എല്ലാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് എല്ലാവരും പോയതല്ലേ. പണ്ട് മലവെള്ളമൊക്കെ ഒലിച്ചു വരുന്ന ചെറിയ കൈത്തോട് പോലത്തെ സ്ഥലമാണിത്. അതിന്റെ കഥകളാണ് പുള്ളി പറയുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മളന്ന് നടന്നു വന്ന വഴി ഈ ഇത് കണ്ടപ്പോ.